അങ്ങനെ എത്ര എനിക്ക് തോന്നുന്നു രണ്ടും. അയ്യോ എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പോയി. എവിടെ? ഓക്കെ. അങ്ങനെ ഞാനും ഫൈനലി ഒരു യൂട്യൂബില് ലോങ് വീഡിയോസ് ഇടാൻ തീരുമാനിച്ചു. എനിക്കറിയാം നിങ്ങളെ ഞാൻ കുറെ വെയിറ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ള കാര്യം. പക്ഷെ എന്ത് ചെയ്യാൻ, കുറച്ച് ബിസി ആയിപ്പോയി. പിന്നെ കുറെ മടിയായിപ്പോയി ചെയ്യാൻ, ലോങ് വീഡിയോസ് ചെയ്യാനുള്ള ഒരു മടിയായിപ്പോയി. അപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ ഇതിന്റെ ഇൻട്രോ പറയണം എന്ന് എനിക്ക് അറിയില്ല. ഞാൻ വിചാരിച്ചു എന്റെ ഫസ്റ്റ്, അതായത് ഇത് ലോങ് വീഡിയോസിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അത്യാവശ്യം നന്നായി റെഡിയായി, ലൈക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നിലോട്ട് വരാൻ വിചാരിച്ചു. പക്ഷെ അതിനും എനിക്ക് മടിയായി. മേക്കപ്പ് ചെയ്യാൻ പോലും എനിക്ക് മടിയായി. എന്തേ? സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പൊ ഞാൻ ഇനിയും നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരുപാട് ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ മൈക്കില്ല, മൈക്ക് മേടിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ ഇത് എത്ര ഓഡിബിൾ ആയിരിക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല. മാക്സിമം ഞാൻ ഉറക്കെ പറയാൻ നോക്കാം. ഓക്കെ, നമ്മളിപ്പോ എവിടെ നിന്ന് ഒരുപാട് സെയിം ക്വസ്റ്റ്യൻസ് വന്നു. ഫാമിലി, ജോബ്, അങ്ങനെ ഇങ്ങനെ ബ്ലാ 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 കുറെ ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോ എനിക്ക് തോന്നി എല്ലാത്തിനും കൂടിയിട്ട് ഒരു കോമൺ ആയിട്ട് ഒരു ആൻസർ തരാമെന്ന്. ഓരോരോ ആൾക്കാരുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞ് ലൈക്ക് അതിന് ആൻസർ തരുന്നില്ല, ക്ഷമിക്കാം എന്നോട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചൂസ് ചെയ്തത് അബൌട്ട് ഫാമിലി. അച്ഛൻ, അമ്മ, ഞങ്ങൾ 4 സിസ്റ്റേഴ്സ് ആണ്. സ്നേഹ, മേഘ, സാന്ദ്ര, സന. ഞാൻ മൂന്നാമത്തെ. പിന്നെ മൂത്ത ചേച്ചി മാരീഡ് ആണ്, ആൾക്കൊരു കൊച്ചുണ്ട്, അപ്പുടു. രണ്ടാമത്തെ ചേച്ചി പുറത്താണ്. മൂന്നാമത്തെ ഞാൻ. നാലാമത്തെ കുട്ടു. ഇതാണ് ഫാമിലി. അച്ഛൻ, അമ്മ, ഒരു വലിയ ചെറിയ ഫാമിലി. അതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം ഇപ്പോൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത വ്ളോഗ് ഒന്നും ചേഞ്ച് ചെയ്ത് ചിലപ്പോൾ കോണ്ടന്റ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഫാമിലി, ഇപ്പൊ അച്ഛനെയും അമ്മേനെയും സിസ്റ്റേഴ്സിനെയൊക്കെ കാണിച്ചിട്ട് ഒരു വ്ളോഗ് ചെയ്യാം. അങ്ങനെ പിന്നെ അടുത്തത് കുറേ ക്വസ്റ്റ്യൻസ് വന്നത് ഏഷ്യാവിലിനെ പറ്റിയാണ്. ഏഷ്യാവിലിന് എന്തുകൊണ്ട് പോയി, ഇനി വരുമോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നിങ്ങളൊക്കെ കാണാറുണ്ടോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏഷ്യാവിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്തു. എല്ലാവർക്കും ഒരു മീഡിയ കമ്പനിയാണ്, അതിന്ന് ഞാൻ റിസൈൻ ചെയ്തു. നിർത്താതെ പറഞ്ഞ് ശ്വാസം മുട്ടുന്നു. ഓക്കെ, റിസൈൻ ചെയ്തു. 2 കൊല്ലം ഞാൻ വർക്ക് ചെയ്തൊരു കമ്പനിയാണ്. എനിക്കിപ്പോ എന്നെ ഒരു 10 പേരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് ആ കമ്പനി കാരണമാണ്, ഏഷ്യവിൽ കാരണമാണ്. പിന്നെ 2 കൊല്ലം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് മാറിയത്. ബിക്കോസ് അതൊരു എൻ്റെ ഒരു കംഫർട്ട് സോൺ ആണ്. അപ്പൊ എനിക്കൊരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു സ്പേസിലോട്ട് പോകണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയി. പിന്നെ ഇനി അങ്ങോട്ടൊരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ്. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം, ഒന്നും എനിക്കറിയില്ല. നോക്കാം നമുക്ക്. പിന്നെ അവരൊക്കെ കാണുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ. എന്തായാലും നമ്മൾ കാണാതിരിക്കില്ലല്ലോ. നമുക്ക് അത്രയും നമ്മുടെ ഒരു ഫാമിലിയാണ് ഏഷ്യയിൽ എന്ന് പറയുന്നത്. നമ്മൾ ആലുവയാണ് നിൽക്കുന്നത്, ഇങ്ങോട്ട് വരാറുണ്ട്, നമ്മൾ അങ്ങോട്ട് പോവാറുണ്ട്, അവരെ കാണാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, വിളിക്കാറുണ്ട്, പിന്നെ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്, വീഡിയോ കോൾ ചെയ്യാറുണ്ട്. ഇപ്പൊ വർഷേനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ പോയി നോക്കും, സംസാരിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ കുറെ ചോദിച്ചത് ആകാശ് ആര്, ബോയ് ഫ്രണ്ട് ഉണ്ടോ, ആരാണ് ആകാശ്, ഏതാണ് ആകാശ്, എവനാണ് ആകാശ്. എനിക്ക് തോന്നുന്നു അതിനുള്ള ആൻസർ പറയാനുള്ള ടൈം ആയിട്ടില്ല. അത് നമുക്ക് അടുത്തൊരു വ്ളോഗിൽ അവരെയും കൂട്ടി വന്ന് പറയാം. പിന്നെ ഹെയർ കെയർ. ഇതിപ്പോ ഞാൻ എന്റെ ഹെയറിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കെയർ ഒന്നും ഇല്ല. എന്താ, പിന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതൊക്കെ തന്നെ ചെയ്യാറുള്ളൂ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാംപൂ, കണ്ടീഷണർ ഇടും. പിന്നെ ഇപ്പൊ ട്രീറ്റ്മെന്റ് കഴിഞ്ഞത് കൊണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഷാംപൂ, കണ്ടീഷണർ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പക്ഷെ അത് എല്ലാവർക്കും പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു സെറം യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഒരു 2-3 കൊല്ലം മുന്നേ നമ്മുടെ കൊറോണ വന്നപ്പോൾ എനിക്ക് 2 കൊറോണ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഡെങ്കു ഫീവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മുടി ഭയങ്കര കൊഴിച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യലെ വിക്രമിനെ പോലെ ആയിരുന്നു, അത്രയും കൊഴിച്ചിൽ. പിന്നെ എനിക്ക് തോന്നി, ഞാൻ ഡോക്ടറെ പോയി കണ്ടു. അപ്പൊ ഡോക്ടറാണ് സജസ്റ്റ് ചെയ്തത് ഫോളിറിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറം. അപ്പൊ അതും പിന്നെ വേറൊരു ടാബ്ലറ്റും കൂടി കഴിച്ചപ്പോഴാണ് എന്റെ ഹെയർ ഫോൾ പോയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അത് യൂസ് ചെയ്യാറുണ്ട്, ഫോളിറിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറം. ഇപ്പൊ കേട്ടോ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം വരെ ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ടാണ് കിട്ടിയത്. പക്ഷെ എല്ലാവർക്കും പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഒരു ഡോക്ടറൊക്കെ പോയി കണ്ട് നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പിന്നെ ടിപ്സ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഷാംപൂ ചെയ്യുന്ന ടൈമിലും കുറച്ച് കോഫി പൗഡർ മിക്സ് ചെയ്തിട്ട് ഷാംപൂ ആയിട്ട് വാഷ് ചെയ്യുക.
ഷാമ്പൂവിന്റെ കൂടെ കോഫി പൗഡർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. പിന്നെ വെണ്ടയ്ക്കയുടെ വെള്ളം തിളപ്പിച്ച് അത് ജസ്റ്റ് മറ്റേ എന്താ പറയാ, മറ്റൊരു സാധനം ഇങ്ങനെ കുറച്ച് തിക്കായിട്ട് വരുന്ന ടൈമില്ല, എന്നിട്ട് ഓഫാക്കിയിട്ട് ആ ജെല്ല് തലയിൽ തേച്ചിട്ട് ഒരു 1 hour അല്ലെങ്കിൽ ഒരു ½ an hour ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ വാഷ് ഔട്ട് ചെയ്യുക. അത് നല്ല നല്ല ഇത് കിട്ടും, ഷൈനിങ് സാധനം, നല്ല ഹെയർ ഭയങ്കര സ്മൂത്ത് ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ഫ്ലാക്സ് സീഡ് എല്ലാവരും ഫ്ലാക്സ് സീഡ് ചെയ്യുന്ന പോലെ അത് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പ്ലേസ് തൃശ്ശൂർ, തിരുവല്ലാമല, ചീരക്കുഴി, അവിടെയാണ് എൻ്റെ വീട്. ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല, വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ ഞാൻ പ്ലീസ്. ജോബ് ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അതിനും ശരിക്കും ഞാനൊരു ഫാഷൻ ഡിസൈനർ ആണ്. എനിക്ക് എന്റെ ഫാഷൻ ഡിസൈനർ എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഞാൻ എന്തുകൊണ്ടോ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയി. നിങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിച്ചിരിക്കുക എന്നാണ് എന്റെ വിചാരം. അങ്ങനെയാണോന്നുള്ളതൊന്നും എനിക്കറിയില്ല, കമന്റ് ചെയ്യൂ. ഓക്കെ, നെക്സ്റ്റ് ഏജ് 26 ലൈഫ് പ്ലാൻസ്. ഒരു പ്ലാനും ഇല്ലാത്ത ഒരാളാണ് ഞാൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഒരുപാട് പ്ലാനുകളുണ്ട്, പക്ഷെ എല്ലാം നടക്കുമെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് മണി. മണി ഉണ്ടെങ്കിലേ വാല്യൂ ഉണ്ടാവുള്ളൂ, റെസ്പെക്ട് ഉണ്ടാവുള്ളൂ, സ്നേഹം ഉണ്ടാവുള്ളൂ, ആ ഒരു ബോണ്ടും ഉണ്ടാവുള്ളൂ മണി ഉണ്ടെങ്കിൽ. സോ മേക്ക് മണി, അതാണ് ഒരു വലിയ പ്ലാൻ. ബെസ്റ്റ് ഫ്രണ്ട്സ്, അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, നമ്മളൊരു 5-6 പേരുണ്ട്. പക്ഷെ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ എന്റെ സറൗണ്ടിങ്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അത് എനിക്ക് അവരെ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട്, അതായത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് കാണാൻ പറ്റില്ല. എനിക്ക് എന്റെ സിബ്ലിങ്സ് ലൈക്ക് ആ ഒരു വൈബ് തരുന്ന ആൾക്കാരുണ്ട്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ പേര് പറയാനുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുടെ പേര് പറയണം. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാരുടെ ഒന്നും പേരില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വിഷമം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, എന്റെ സ്കൂളിൽ പഠിച്ച ആൾക്കാരുണ്ട്, കോളേജിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, ആൻഡ് എന്റെ ഇപ്പോഴത്തെ ഓഫീസ് ബേസിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ വേറെ കുറെ വിചാരിക്കാത്ത രീതിയിൽ പരിചയപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. നെക്സ്റ്റ്, ഹൗ ടു സ്റ്റേ യുവർ സെൽഫ്. വെരി സിമ്പിൾ. എനിക്ക് ഞാൻ ബേസിക്കലി എനിക്ക് ഈ ഭയങ്കര ലൂസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുന്നതാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത്. കാരണം ഞാൻ ബാക്കി ഉള്ളതിൽ എനിക്ക് കുറച്ച് ബോഡിക്കോൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇടുമ്പോൾ ഞാൻ കുറച്ച് കോൺഷ്യസ് ആവും. എനിക്കത് തീരെ കംഫർട്ടബിൾ അല്ല. അപ്പൊ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ലൂസ് ഡ്രസ്സുകളാണ്. എന്തോ എന്റെ ഭാഗ്യത്തിന് അത് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് വരുന്നുണ്ട്, ഈ ബാഗി സാധനങ്ങളൊക്കെ. അപ്പോ ഞാൻ പല രീതിയിൽ ഞാൻ സ്റ്റൈൽ ചെയ്യാറുണ്ട് എന്റെ. അതായത് ചിലപ്പോൾ പിൻട്രസ്റ്റ് സാധനങ്ങൾ എനിക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ തോന്നും, അപ്പൊ പിൻട്രസ്റ്റിൽ നോക്കും. പിന്നെ ചില ഫോട്ടോസ് കാണുമ്പോൾ തോന്നും. പിന്നെ ഞാനൊരു ഫാഷൻ ഡിസൈനർ ആണല്ലോ, അപ്പൊ എനിക്ക് തോന്നും ചില രീതിയിലൊക്കെ ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളത്. അല്ലാതെ വേറൊരാളെ കണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതി ഞാൻ അങ്ങനെ മാക്സിമം ചെയ്യാറില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഓക്കെ രണ്ടും നല്ല കോമ്പിനേഷൻ ആയിരിക്കും എന്നൊക്കെ എനിക്കിപ്പോൾ തോന്നുന്ന ടൈമിൽ ഞാൻ ഓൺലൈനിലാണ് കുറെ ഡ്രസ്സുകളൊക്കെ ഓർഡർ ചെയ്യാം. അപ്പോൾ ഓക്കെ ഇത് മാച്ച് ആയിരിക്കും എന്ന് തോന്നുമ്പോൾ ഞാൻ എടുക്കുന്നു, സ്റ്റൈൽ ചെയ്യുന്നു, ഞാൻ എന്റെ രീതിക്ക് ഇടുന്നു. ദാറ്റ്സ് ഇറ്റ്. ഹെയറിൽ വല്ല ട്രീറ്റ്മെന്റും ചെയ്തിട്ടുണ്ടോ ചേച്ചി? ഹെയറിൽ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. പെർമനന്റ് സ്റ്റൈലിംഗ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്കത് ചെയ്തത്. എനിക്ക് ഇഷ്ടമായി എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഹെയർ ട്രീറ്റ്മെന്റ് മാത്രമല്ല, ഞാൻ കളറും ചെയ്തിട്ടുണ്ട്. പക്ഷെ കളർ അങ്ങനെ സൺലൈറ്റ് നിന്നാൽ മാത്രമേ കാണുള്ളൂ. കാരണം അത് ഞാൻ അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യേണ്ടി വരും, അമ്മയുടെ റോള് ചെയ്യേണ്ടി വരും, പിന്നെ പാവപ്പെട്ട ആൾക്കാരുടെ റോള് ചെയ്യേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് കാണുന്ന ഒരു കളർ ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് ആ ക്യാരക്ടറിന് അത്ര ആപ്റ്റ് ആയിട്ട് തോന്നില്ല. സോ ഞാൻ എനിക്ക് കളർ ചെയ്ത പോലെ തോന്നണം, അല്ലെങ്കിൽ അങ്ങനെ തോന്നാനും പാടില്ല. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു കളറും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോൺ സ്പോൺസേർഡ് സ്കിൻ കെയർ റുട്ടീൻ, ഹൗ ടു ബിൽഡ് ഗുഡ് ഔട്ട്ഫിറ്റ് ഇഫ് യു ആർ ബ്രോക്ക്. നല്ല ക്വസ്റ്റ്യൻ. സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനെയില്ല. ഞാനിപ്പോൾ ഒരു പിമ്പിൾ പോവാനുള്ള ഒരു ഫേസ് പാക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും ഞാനിപ്പോൾ ചെയ്യാറില്ല. അധികം വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. സൺസ്ക്രീൻ ഇടുന്നു, രാത്രി പാക്ക് ഇടുന്നു, മോയ്സ്ചറൈസർ ഇടുന്നു, പിന്നെ അണ്ടർ ഐ ക്രീം ഇടുന്നു, ലിപ് ബാം ഇടുന്നു, കഥം കഴിഞ്ഞു. ഇതാണ് എന്റെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി പ്രോപ്പർ ആയിട്ട് എനിക്കതൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ ഈ കുഴിയൊക്കെ ഒന്ന് പോയി അതൊക്കെ പോയിട്ടൊന്ന് ശരിയാവണം, നല്ല കാര്യമുള്ളൂ. ആൻഡ് ഹൗ ടു ബിൽഡ് ഗുഡ് ഔട്ട്ഫിറ്റ് ഇഫ് യു ആർ ബ്രോക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഡ്രസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചെലവാക്കുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ
ഒരു ഡ്രസ്സിന് 2000-3000 ഒന്നും ഞാൻ മുടക്കാറൊന്നുമില്ല. എനിക്ക് അത്രയും കണ്ടിട്ട് അത്ര ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ 10 രൂപയ്ക്ക് ഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ ഞാൻ മേടിക്കും, 30 രൂപയ്ക്ക് ഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ ഞാൻ മേടിക്കും, 50 രൂപയ്ക്ക് ഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ ഞാൻ മേടിക്കും. സോ അങ്ങനെ അതുകൊണ്ട് ഞാൻ ബ്രോക്ക് ആവുന്ന ടൈമിൽ എനിക്ക് വലിയ ഒരു ലൈക്ക് എനിക്കതിന് വലിയൊരു ബുദ്ധിമുട്ട് തോന്നാറൊന്നുമില്ല. കാരണം എൻ്റെ കയ്യിൽ എത്ര 10 രൂപയ്ക്ക് ഡ്രസ്സ് മേടിച്ചു കഴിഞ്ഞാലും അത് ഏതെങ്കിലും രീതിയിൽ സ്റ്റൈൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. സോ അതുകൊണ്ട് ഞാനിങ്ങനെ ആ കാര്യത്തിൽ എനിക്ക് വലിയ പേടിയൊന്നുമില്ല. യുനോ ഇങ്ങനെ സംസാരിച്ച് വായില് വെള്ളം വറ്റിയില്ലേ. കുഴപ്പമില്ല. ഇനി വൈ ഡിഡ് യു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ? ഒരുപാട് പേര് എന്നോട് പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങ്. എന്റെ ചേച്ചി അടക്കം എന്നോട് പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങി, നീ അങ്ങനെ ഇടൂ. കാരണം എനിക്ക് തന്നെ ബ്ലാ 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 സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു വ്ളോഗർ ആവാനുള്ള ഒരു കഴിവൊന്നും എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പിന്നെ കുറെ കമന്റ്സ് വന്നു, ചേച്ചി യൂട്യൂബിൽ വ്ളോഗ് ഇടുക എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് മാത്രം വ്ളോഗ് ഇടാൻ തീരുമാനിച്ചു. പിന്നെ ഞാൻ കുറെ നോക്കിയപ്പോൾ കുറെ ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് വീട് വെക്കുന്നു, കാറ് മേടിക്കുന്നു, അവർ നന്നായി ജീവിക്കുന്നു. അതുകൂടി കണ്ടപ്പോൾ എനിക്ക് പിന്നെ സന്തോഷമായി. അപ്പൊ അങ്ങനെ എന്തിനാണ് വെറുതെ ആ രീതിക്ക് നമുക്ക് നല്ല രീതിക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്തുകൂടാ? അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു യൂട്യൂബ് ചാനൽ അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മീരൻ ചേച്ചിയോട് സംസാരിക്കാറുണ്ടോ? കാജൽ ചേച്ചി ആൻഡ് രാഹുൽ ചേട്ടൻ ഒരുമിച്ച് വീഡിയോ ഇടുന്നുണ്ടല്ലോ ചേച്ചി, എന്താ അതിലില്ലാത്തത്? എന്റെ പേര് പറയോ പ്ലീസ്. നിതുന. ഹായ് നിതുന. മിലൻ ചേച്ചിയോട് സംസാരിക്കാറുണ്ട്, പിന്നെ സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? മിലൻ ഞാനും തമ്മിൽ അച്ഛാ ബന്ധം ഹേ. വി ആർ ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. നമ്മൾ സംസാരിക്കാറുണ്ട്, വീഡിയോ കോൾ ചെയ്യാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ കാജുവും രാഹുലും അവരിപ്പോ വർക്ക് ചെയ്യുന്ന മീഡിയ കമ്പനിയിൽ, അവര് വർക്ക് ചെയ്യുന്നത് ഒരു മീഡിയ കമ്പനിയിൽ, നമ്മൾ വർക്ക് ചെയ്യുന്നത് വേറൊരു മീഡിയ കമ്പനിയിൽ. അപ്പോൾ നമ്മൾക്ക് ഒരുമിച്ച്, സത്യം പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കോമ്പറ്റീറ്റേഴ്സ് ആണ്. അപ്പൊ നമ്മള് ഒരുമിച്ച് അങ്ങനെ വർക്ക് ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ അവരുടെ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ പേജിൽ, എന്റെ പേഴ്സണൽ പേജിൽ ഞാൻ അവരുടെ കൂടെ വീഡിയോസ് ഇടാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ കാണാം. ഓക്കെ. ഇൻ യുവർ ലൈഫ് വാട്ട് ഈസ് ദ വേർസ്റ്റ് തിങ് യു ഫേസ്ഡ്? ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതില് എനിക്കിഷ്ടപ്പെട്ട കുറെ ആൾക്കാര് ഞാനൊരു കാര്യം ചെയ്തു എന്ന് സ്വയം അസ്യൂം ചെയ്ത് എന്റെ അടുത്ത് ഗ്യാപ്പ് ഇട്ട് നടക്കുന്നതാണ് എന്റെ ലൈഫിലെ ഒരു വേഴ്സ്റ്റ് തിങ്. അത് എന്നെ എത്രമാത്രം ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് ഞാൻ അങ്ങനെ ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ എനിക്ക് ഈ സങ്കടം വന്നു കഴിഞ്ഞാലും ഒരുപാട് എക്സ്പ്രസ് ചെയ്യില്ല. പിന്നെ എന്റെ അത് ബാഡ് ആണോ അല്ലാതെ ഗുഡ് ക്യാരക്ടർ ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഒരാൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പോയി അത് കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കില്ല. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. കാരണം ഞാൻ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ വേദനിപ്പിക്കില്ല. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ, എന്റെ അടുത്ത് അങ്ങനത്തെ രീതിയിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല. ഞാൻ അവരെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവരെക്കാൾ സങ്കടമാവും എനിക്ക്. അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അവരെന്തെങ്കിലും ഒരു കാര്യം അവരുടെ തലയിൽ ചിന്തിച്ചു കൂട്ടി എന്റെ അടുത്തൊരു ഗ്യാപ്പ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും സങ്കടം വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിക്കും ഓക്കെ, ഇനിയിപ്പോ അവരായിട്ട് ഞാൻ മിണ്ടിക്കഴിഞ്ഞാലും എങ്ങനെ പോലും പണ്ടത്തെ പോലെ ആ ഒരു ബോണ്ട് ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പൊ ഞാൻ മാക്സിമം അങ്ങോട്ട് പോയിട്ട് അത് കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കാറില്ല. ഓക്കെ, അങ്ങനെ പോകുന്നതാണെങ്കിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒന്നും ഇല്ല അതിൽ. സോ അവരുടെ പാട്ടിന് വിടുന്നു. പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഫേർട്ട് എടുക്കുന്നില്ല എന്ന് ഓപ്പോസിറ്റ് ഉള്ള ഒരാൾക്ക് തോന്നും. പക്ഷെ ഞാൻ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പണ്ടത്തെ പോലെ നിൽക്കാൻ എനിക്കോ അവർക്കോ പറ്റില്ല. അപ്പൊ പിന്നെ അങ്ങനെ പറ്റാത്തൊരു കാര്യത്തിന് അത്ര എഫേർട്ട് എടുത്തിട്ട് സംസാരിക്കേണ്ട ഒരു ഇതുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അത് നല്ലതാണോ, ഗുഡ് ക്വാളിറ്റി ആണോ, ബാഡ്, അത് എന്താണെന്ന് എനിക്കറിയില്ല. അത് ബാഡ് ആണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെയാണ് എന്റെ ലൈഫിൽ. പറഞ്ഞു എവിടെ എത്തി? എന്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള വേഴ്സ്റ്റ് തിങ് അതാണ്. എനിക്കിഷ്ടപ്പെട്ട ആൾക്കാര് ഒരു കാര്യമൊന്നും ഇല്ലാതെ അവരായിട്ട് എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടി എന്നോട് ചോദിക്കുക പോലും ചെയ്യാതെ എന്റെ അടുത്ത് ഗ്യാപ്പ് എടുക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് നീ അങ്ങനെ? ഇപ്പൊ നമ്മളുടെ അടുത്ത് അത്രയും കമ്പനി ഉള്ള ഒരാൾക്ക് നമ്മുടെ അടുത്ത് എന്തും പറയാം, നമ്മുടെ ഫേസിൽ നോക്കി എന്തും പറയും. പക്ഷെ അവരത് പറയാതെ അവരായിട്ട് ഒരു ഗ്യാപ്പ് എടുത്ത് പോയി നമ്മൾ എന്തോ ചെയ്ത പോലെ. എന്തോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർ യു മാരീഡ്? നോ. എന്നെ കണ്ട കുറച്ച് മുതുക്കിയായി തോന്നെങ്കിലും ഞാൻ മാരീഡ് അല്ല. കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു 30 വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു 31 വയസ്സിൽ കൊച്ചാവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ഈ പ്രാരാബ്ദം, ദാരിദ്ര്യം
എല്ലാം മാറി കെട്ടി കൊച്ചാവാം എന്ന് വിചാരിച്ചു. സോ മാരിഡ്. എനിക്ക് ചോദിക്കാനൊന്നുമില്ല, ബട്ട് ഐ എം ബിഗ് ഫാൻ ഓഫ് യുവർ ഔട്ട്ഫിറ്റ്സ്, എസ്തറ്റിക് വീഡിയോസ് എക്സെട്ര. ചേച്ചി ക്യാൻ യു ഗിവ് മി മോട്ടിവേഷൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്? ബിക്കോസ് ഞാൻ 2024 +2 കഴിഞ്ഞതാണ്, ബട്ട് ഇപ്പോഴും ഞാൻ സപ്ലി എഴുതിക്കൊണ്ടിരിക്കുന്നു. കുറെ ആയി ട്രൈ ചെയ്യുന്നു, ചെയ്ത് വീട്ടിലിരുന്ന് മടുത്തു. സൂയിസൈഡ് ചെയ്യാൻ വരെ തോന്നാറുണ്ട്. അടി കിട്ടും അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാ കേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാരും പറയും ഉപദേശമായിട്ട് കാണണ്ട. എന്റെ ലൈഫിലെ എക്സ്പീരിയൻസ്, എന്റെ ലൈഫിൽ ഞാൻ കണ്ട കാര്യം ഞാൻ പറയാം. എല്ലാരും പറയും നമ്മുടെ അടുത്ത് 10th ആണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് എന്ന്, 12th ആണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് എന്ന്, ഡിഗ്രി ആണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് എന്ന്. പക്ഷെ ഇതൊന്നല്ല ടേണിംഗ് പോയിന്റ്. നിങ്ങളുടെ ലൈഫിൽ ഒരു 20 കഴിഞ്ഞ് ഒരു 25ന്റെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്ന ഡിസിഷനാണ് നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ +2 കഴിഞ്ഞു, ഫാഷൻ ഡിസൈനിങ് പഠിച്ചു. ആലോചിക്കുക, ഫാഷൻ ഡിസൈനിങ് ഈ വഴി, കോണ്ടന്റ് ക്രിയേഷൻ ഈ വഴി, രണ്ടും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ ലൈഫ് പോകുന്നത്. +2 ഒക്കെ സപ്ലൈ എഴുതുക, ജയിക്കട്ടെ. ഇപ്പൊ എത്ര പേര് 10ഉം +2ഉം ഡിഗ്രി ഇല്ലാതെ ബിസിനസ് ചെയ്ത് നമ്മളെക്കാൾ നല്ല രീതിയിൽ എത്തുന്ന എത്ര പേരുണ്ട്. അപ്പൊ നമുക്കും ആ ഒരു മൈൻഡ് ഉണ്ടായി മാത്രം മതി. അതായത് ഈ +2 എന്റെ അറിവിലുണ്ട്, +2 ഫുൾ A+ മേടിച്ച്, 10 ഫുൾ A+ മേടിച്ച്, ഡിഗ്രിക്ക് റാങ്ക് ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ ഇപ്പോഴും ജോലിക്കൊന്നും പോവാതെ കല്യാണം കഴിഞ്ഞ് കൊച്ചുങ്ങളെ നോക്കി ഭർത്താവ് പറയുന്നതും കേട്ട് ഭർത്താവിന് ചെലവ് ചെയ്യിക്കുന്ന ഒരുപാട് പേര് എന്റെ അറിവിലുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും, ഓക്കെ, ഒരു സമയത്ത് ഞാനൊക്കെ ബാക്ക് ബെഞ്ചർ ആയിരുന്നു. ഇപ്പൊ അവരെക്കാണ്ടും അവരുടെ ഭർത്താവിന്റെ അടുത്തായിരിക്കും പൈസ ചോദിക്കുന്നത്. എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ മേടിക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് ഞാൻ പോകുന്നുണ്ട്, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതൊരു മാനദണ്ഡമേ അല്ല. അത് വലിയ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ജസ്റ്റ് അറിവ് കിട്ടുക, നമുക്ക് ജസ്റ്റ് വേണ്ട നോളജ് തരുന്ന ഒരു കാര്യം മാത്രമാണ് എഡ്യൂക്കേഷൻ. അല്ലാതെ അതല്ല നമ്മുടെ ലൈഫ് എങ്ങനെ പോകണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഒരു 20 വയസ്സിന് ശേഷം 25 വയസ്സിനുള്ളിൽ നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 30 ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ വല്ല മിറാക്കിൾ സംഭവിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് യുവർ ഹ്യൂമൻ ഡയറി? എന്റെ ഹ്യൂമൻ ഡയറി ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു അതാണ് നല്ലതെന്ന്. നമ്മൾക്കിപ്പോ ഒരുപാട് ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ മനുഷ്യന്മാരാണ്, മാറും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം തിരിച്ചേത് രീതിയിലൊക്കെയാണ് അവർ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വരികയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെക്കുക. ഒരുപാട് ആൾക്കാരായിട്ട് ഷെയർ ചെയ്യാതെ നോക്കുക. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടെ ചെവിയിൽ അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ അത് സേഫ് ആയിരിക്കും നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഓക്കെ, മിലൻ സാൻഡ്ര നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മിലൻ സാൻഡ്ര നിങ്ങളുടെ ആരാ? റിലേറ്റീവ് ആണോ? ഞാനും മിലനും ഏഷ്യവിലിൽ വന്നപ്പോഴാണ് ഓക്കെ എനിക്ക് മനസ്സിലായത് ഇങ്ങനത്തെ ഒരാളുണ്ടല്ലേ. അതിന് മുന്നേ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല, ഞങ്ങൾക്ക് അറിയ പോലുമില്ല ആരാണെന്ന്. പിന്നെ ഇപ്പൊ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അത്യാവശ്യം എനിക്ക് വേണ്ട സമയത്ത് അവിടെ ഉണ്ടാവും. മിലനായാലും വർഷയാണെങ്കിലും കാജു ആണെങ്കിലും ദൃശ്യാണെങ്കിലും എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുള്ള സമയങ്ങളിലൊക്കെ അവരവിടെ ഉണ്ടാവും. സോ ഇപ്പൊ എന്റെ ബെസ്റ്റ് ആണ് മിലൻ സാൻഡ്ര. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഞാൻ BSc ഫാഷൻ ഡിസൈനിങ് ആണ് പഠിച്ചത്, ഡിഗ്രി. അതാണ് എന്റെ ക്വാളിഫിക്കേഷൻ. ആൻഡ് ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൽഫ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് ലൈഫിൽ തോന്നിയ ഡിഫറൻസ് ഷെയർ ചെയ്യാമോ? ഞാൻ അച്ഛന്റെയും അമ്മയുടെയും അണ്ടറിൽ, അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 5-6 കൊല്ലമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പൈസ മേടിക്കാതെ ഇരിക്കുന്ന ഒരാളാണ്. അതിപ്പോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 5-6 കൊല്ലം തുടങ്ങിയിട്ടുള്ളൂ, അതായത് സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട്. സോ അതിനു മുന്നേ എനിക്ക് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും എനിക്ക് വേണ്ട ഒരു കാര്യം ചോദിക്കാൻ വരെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം 4 പേരെ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. സോ ഇപ്പൊ എനിക്കത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മയ്ക്കും മേടിച്ചു തരാൻ പറ്റുമോ, അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? കാരണം എങ്ങനെ പോലും അച്ഛനെ കേൾക്കഴിഞ്ഞാൽ നോന്ന് പറയില്ല, മേടിച്ചു തരും. അപ്പോൾ ഇനിയിപ്പോൾ അത് അവർക്ക് ബേർഡൻ ആവോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് മേടിച്ചു തന്നു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിക്കോ ചേച്ചിക്കോ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റാതെയാവോ, അങ്ങനെ ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഞാൻ ഏൺ ചെയ്യുന്നു, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മേടിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നു. സോ അതൊരു വലിയൊരു മാറ്റമാണ്. അതായത് സെൽഫ് ഇൻഡിപെൻഡന്റ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ നമ്മൾ അത്രയും അതിന്റെ സുഖം വേറെ ഒന്നിനില്ല എന്ന് വേണം പറയാം. കാരണം എനിക്കിനിയിപ്പോ ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ ഇതിന്റെ സുഖം അറിഞ്ഞു. ഒരു സെൽഫ് ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നുള്ള സുഖം ഞാൻ അറിഞ്ഞതുകൊണ്ട് എനിക്കിനിയിപ്പോ ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ജോലി ചെയ്യാതെ വെറുതെ വീട്ടിലിരിക്കാൻ പറ്റും എന്നുള്ള കാര്യം. അത് വലിയൊരു ഡിഫറൻസ് ആണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആയി,
ഇമോഷണലി മെന്റലി ഒരുപാട് സ്ട്രോങ് ആയി. എനിക്ക് തോന്നുന്നു ഡിപ്പെൻഡന്റ് ലൈഫിൽ ഞാൻ അങ്ങനെ അല്ലായിരുന്നു. കാരണം എന്തുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ, കാരണം വീട്ടിൽ ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് പോയിട്ട് കരയാം, അവരെ കെട്ടിപ്പിടിച്ച് ഇരിക്കാം, കരയാം, ഇമോഷണലി അങ്ങനെ മീൻസ് നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസ് നമുക്ക് അങ്ങനെ തീർക്കാം എന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷെ ഇപ്പോ സെൽഫ് ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം ആരുമില്ല. കാരണം ഈ റൂമിൽ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് വേറെ ആരുമില്ല. അപ്പൊ ഞാൻ തന്നെ ഹീൽ ചെയ്യും. ഓക്കെ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. ഇമോഷണലി മെന്റലി ഞാൻ തന്നെ സ്ട്രോങ് ആയി ഞാനിപ്പോ എന്നെ അങ്ങനെ ബിൽഡ് ചെയ്തു. പിന്നെ വേറൊരു കാര്യം, ഡിപ്പെൻഡന്റ് ലൈഫിൽ എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സെൽഫ് ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയായി. അത് വലിയൊരു ചേഞ്ച് ആണ്. പിന്നെ ആൾക്കാർ മനസ്സിലാക്കാൻ പറ്റി. പണ്ട് കുഞ്ഞൊക്കെ ആയിരുന്ന ടൈമിൽ എല്ലാവരും നമ്മൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന ആൾക്കാർ, എല്ലാവരും നമ്മുടെ നല്ലതിന് വേണ്ടി മാത്രം ചിന്തിക്കുന്ന ആൾക്കാർ എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു പൊട്ട പ്രായം ആയിരുന്നു ആ സമയത്തൊക്കെ. പക്ഷെ ഇപ്പോൾ ആൾക്കാർ എങ്ങനെയാണ്, എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് നല്ല രീതിക്ക് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ ഡൗട്ട് ആവും, ഓക്കെ ഇത് വേറെ എന്തിനോ ഉള്ള പരിപാടിയാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റിയതൊക്കെ ഈ സെൽഫ് ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷമാണ്. യെസ്, ആക്ച്വലി ആ ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ജീവിതത്തിൽ നേടിയ വലിയൊരു അച്ചീവ്മെന്റ് ആയി ചേച്ചി കണക്കാക്കുന്നത് എന്താ? വലിയൊരു അച്ചീവ്മെന്റ് എന്നെ ഇത്രയും ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതിന്റെ ലൈഫില് അയ്യോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്റെ ഫേസ് കാണുമ്പോൾ ഭയങ്കര ജാടയാണ്, അഹങ്കാരമാണ്. സോ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഉള്ളതാണ് എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അത് എക്സാമ്പിൾ വേണം പറയാം. ഇപ്പൊ നമ്മുടെ വീഡിയോസ് നമ്മൾ ചിലപ്പോൾ പനി പിടിച്ചിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക് ഇടാതെ വരെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കമന്റ് ചെയ്യും, അയ്യോ ചാണ്ടിക്ക് എന്ത് പറ്റി? ഇപ്പോ ഞാൻ കണിമംഗലം മൂവിയുടെ ഷൂട്ടിനൊക്കെ, അതും കിട്ടിയത് എനിക്ക് ഈ ഒരു ഫീൽഡിൽ വന്നുകൊണ്ടാണ്. എനിക്ക് മൂവിയുടെ ഷൂട്ടിന് പോയപ്പോൾ 1 മന്തിന്റെ അടുത്ത് ഞാൻ ഏഷ്യാവിൽ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. സോ അപ്പോ കുറേ വന്നു, ചാണ്ടി എവിടെ, ചാണ്ടിനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പൊ അതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷം. നമ്മൾ ഇഷ്ടപ്പെടാൻ ഇത്രയും ആൾക്കാരുണ്ടോ എന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. അതാണ് ഞാൻ എന്റെ ലൈഫിൽ നേടിയ വലിയൊരു അച്ചീവ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് തിങ്സ് ടു ഡു. ഉറക്കം മെയിൻ ആണ്. എനിക്ക് ഉറങ്ങണം. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. എനിക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതാണ് ഉറക്കം. എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്നോട് തന്നെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുവർ ഇൻസ്പിറേഷൻ ആൻഡ് റോൾ മോഡൽ. എന്റെ ഇൻസ്പിറേഷൻ അതായത് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല, നമ്മളെ തള്ളിക്കളഞ്ഞ ആൾക്കാര്, നമ്മളെ കൊണ്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് എന്റെ ഇൻസ്പിറേഷൻ. കാരണം അവരുടെ മുന്നിൽ നന്നായി ജീവിക്കണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളൊരു ആ ഒരു സാധനം വന്നത് ഒരു കാര്യമാണ്. സോ എന്റെ ഇൻസ്പിറേഷൻ ഒക്കെ അവരുടെ മുഖങ്ങളാണ്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ ഭയങ്കര എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ വെച്ചിരിക്കുന്ന ടൈമിൽ എല്ലാത്തിനും മുഖം ഞാൻ അങ്ങോട്ട് ആലോചിക്കും. അപ്പൊ ആലോചിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്, അത് വേറെ ലെവലാണ്. അപ്പൊ ഓക്കെ, അപ്പം ഭയങ്കര ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആവും. എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ലൈഫിൽ നേടണം, അവരൊക്കെ കാണിച്ചു കൊടുക്കണം എന്നുള്ള സാധനം മൈൻഡിലോട്ട് വരും. അതെ, എനിക്കങ്ങനെ റോൾ മോഡൽ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ആരുമില്ല. കുറെ പേര് പറയായിരിക്കും, കുറെ ആൾക്കാർ ഉണ്ടാവുമായിരിക്കും, പക്ഷെ എനിക്ക് റോൾ മോഡൽ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ സപ്പോർട്ട് യു മോർ. എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു എന്റെ മേഘാണ്ടി, എന്റെ രണ്ടാമത്തെ ചേച്ചിയാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അവള് ഒരുപാട് മോട്ടിവേഷൻ അങ്ങോട്ട് വാരി വിതറും. അവളാണ് തോന്നുന്നു കൂടുതൽ. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് പറഞ്ഞതേ അവളാ. എപ്പോഴോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ അവളാ. സോ അവളായിരിക്കും. ലൈഫിൽ എപ്പോഴേലും വാല്യൂ ഇല്ലാത്തൊരു സ്ഥലത്ത് നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? അതും നിൽക്കണം എന്ന് തോന്നിയ സ്ഥലത്ത് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ? ഓഫ് കോഴ്സ് അതേ ഉണ്ടായിട്ടുള്ളൂ തോന്നുന്നു എന്റെ ലൈഫിൽ. യെസ്, ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിന്ന ആളുടെ കല്യാണം വിളിച്ചില്ല, എന്നെ ഒഴിവാക്കി. ബാക്കി എല്ലാരെയും വിളിച്ചു. നമ്മൾ 5-6 പേരായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി 4 പേരെ അവളെ വിളിച്ചു, എന്നെ മാത്രം വിളിച്ചില്ല, എന്നെ ഒഴിവാക്കി. കൊച്ചുണ്ടായി എന്നോട് പറഞ്ഞില്ല. അത് വലിയൊരു ട്രോമ ആയിരുന്നു. അതിനുശേഷം ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള കോൺസെപ്റ്റേ എനിക്കിഷ്ടമല്ലാതെ, വിശ്വാസമില്ല എനിക്ക് പാരും. എനിക്കങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആൾക്കാരെയും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനോടുള്ള ഒരു വിശ്വാസം തന്നെ എനിക്ക് പോയി അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം. എന്റെ സ്പേസിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ നിന്നത് ആ ഒരു ഇൻസിഡന്റിന് ശേഷമാണ്. സോ എനിക്ക് പാരും വിശ്വാസമില്ല. പിന്നെ വേറെ ഉണ്ട്, എന്റെ കസിന്റെ കല്യാണം. അത് വേറൊരു ഫാമിലി ഡ്രാമ. ചന്ദ്രമഴ പരസ്പരം അതുപോലൊക്കെ ഉള്ള ഒരു ഫാമിലി ഡ്രാമ ആയിരുന്നു. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ അമ്മയുടെ സ്റ്റോറി ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, കാരണം അത് അമ്മയുടെ സ്റ്റോറിയാണ്. സോ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ആൻഡ് ഫ്രണ്ട്ഷിപ്പ് അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ നിങ്ങളായിട്ട് കാണാൻ പറ്റുന്ന ആൾക്കാരെ മാത്രം ഫ്രണ്ട്സ് ആക്കുക, ജഡ്ജ് ചെയ്യാത്ത ആൾക്കാരെ മാത്രം ഫ്രണ്ട്സ് ആക്കുക. ആൻഡ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൽ നിന്ന് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ നിൽക്കുക.
അതായത് ചിലർക്കുണ്ടാവും അവളെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവളെ എന്നോട് ഇങ്ങനെ ചെയ്യണം എന്ന്. എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കാൻ പാടില്ല. പിന്നെ നമ്മൾ നമ്മുടെ മൈൻഡിനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. ആൾക്കാരാണ്, ചിലപ്പോൾ മാറാം. ഇന്ന് നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നാളെ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നില്ല. സോ അത് മറക്കാതിരിക്കുക. നമ്മൾക്ക് അത് എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് വേറെ ആരും ഉണ്ടാവില്ല. ഈ പറഞ്ഞ ഫ്രണ്ട്സോ നമ്മുടെ സിബ്ലിങ്സോ നമ്മുടെ അച്ഛനോ അമ്മയോ ആരും ഉണ്ടാവില്ല. നമുക്ക് വേണ്ടി കരയാനും നമ്മൾക്ക് വേണ്ടി ചിരിക്കാനും നമ്മളെ മനസ്സിലാക്കാനും അറ്റ്ലാസ്റ്റ് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അത് മനസ്സിലാക്കിയിട്ട് ഒരു ലിമിറ്റ് വെക്കുക ആൾക്കാരുടെ അടുത്ത്. അതിപ്പോ ഫ്രണ്ട് ആണെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും. ഓക്കെ, ടീനേജേഴ്സിന് വേണ്ടി അധികം പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാത്തൊരു സിമ്പിൾ സ്കിൻ കെയർ റുട്ടീൻ പറയാൻ പറ്റുമോ? എടാ മക്കളെ, നിങ്ങളുടെ ഈ ടീനേജിൽ നിങ്ങൾ അത്യാവശ്യം നല്ല ഫുഡ് കഴിക്കാൻ നോക്കുക. ഞാൻ അതേ പറയുന്നുള്ളൂ. വേറെ സ്കിൻ കെയർ റുട്ടീൻ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അൺഡ്രൈ ക്രീം വേണമെങ്കിൽ അത് ചെയ്യാം, ലിപ് ബാം മതി. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ഈ ഒരു ഏജിൽ ഡോക്ടറെ കണ്ട് നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ കാര്യങ്ങൾ ഡോക്ടർ എന്താണോ പറയുന്നത് അത് തേക്കാം. വേറെ ആൾക്കാരെ കണ്ടു, അവർ ഇൻസ്റ്റയിൽ അത് യൂസ് ചെയ്യുന്നത് കണ്ടു, അങ്ങനെ തേക്കാതെ ഡോക്ടേഴ്സിനെ പോയി കാണുക, എന്നിട്ട് മേടിക്കാം നിങ്ങളുടെ ഈ ഒരു ഏജിൽ. ഓക്കെ, മിലൻ ഓർ വർഷ, ഹൂ ഡു യു ലൈക്ക് ദ മോസ്റ്റ്? ഇത് ഞാൻ ഒരാളെ പറഞ്ഞു രണ്ടും എടുത്ത് അലക്കും. സോ മിലൻ ഈ കൈ ആണെങ്കിൽ വർഷ ഈ കൈ, വർഷ ഈ കൈ ആണെങ്കിൽ മിലൻ ഈ കൈ. രണ്ടും എനിക്ക് ഒരേപോലെയാണ്. രണ്ടുപേരും ഒരേപോലെയാണ്. കാരണം നമ്മൾ രണ്ടുപേരും നമ്മൾ 3 പേരും ഒരുമിച്ച് ജോലിക്ക് കയറിയിട്ട് നമ്മുടെ 3 പേരും ഗ്രോത്ത് നമ്മളെല്ലാവരും കണ്ടു വളർന്നതാണ്. സോ എനിക്ക് 2 പേരും ഒരേപോലെയാണ്. ഇപ്പൊ എനിക്കെന്ത് വന്നു കഴിഞ്ഞാലും, ഇപ്പൊ വർഷം എന്റെ കൂടെ താമസിക്കുന്നത് കൊണ്ട് ഇപ്പൊ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അവളോട് പറയും. ഇപ്പൊ ഫസ്റ്റ് പോയിട്ട് അവളോടാണ് പറയുക. പക്ഷെ മിലൻ വന്നു കഴിഞ്ഞാൽ മിലൻ ചേർത്ത് എല്ലാം പറയും, A to Z കാര്യങ്ങൾ പറയും. സോ 2 പേരും ഒരേപോലെയാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും അതിന്റെ ആവശ്യമില്ല. ഇവര് 2 പേരും മാത്രമല്ല, ദൃശ്യമായാലും കാജു ആണെങ്കിലും എനിക്ക് ഇവര് 4 പേരും എനിക്ക് എന്റെ ഒരേപോലെയാണ്. എനിക്ക് 4 പേരും ഒരേപോലെ ഇഷ്ടമാണ്. ഞാൻ 4 പേരുടെ കൂടി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കത് മാത്രം മതി. അപ്പൊ ഇത്രയ്ക്കേ ഉള്ളൂ. വേറെ കുറെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് വേറെ തന്നെ പറയാം. പിന്നെ കുറെ പേര് ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അപ്പൊ പറയാം. ഇപ്പൊ നമുക്ക് ഈ ഒരു വ്ലോഗ് മാത്രം പോരല്ലോ. എനിക്ക് കണ്ടന്റുകൾ വേണ്ടേ? എനിക്ക് എന്റെ യൂട്യൂബിൽ പോകാനുള്ള കോണ്ടന്റ് വേണം. അപ്പൊ ഞാൻ ലിപ്സ്റ്റിക് ഷെയ്ഡ് ആയാലും എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറയാറില്ല. പക്ഷെ പറയാൻ പറ്റുന്നത്രയും ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ നമുക്ക് കാണാം. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസേഴ്സ് ഒക്കെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് വീണ്ടും ഞാനൊരു Q&A ഇടാം. അപ്പൊ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊണ്ടുവരണേ. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, അതിൽ ഒരുപാട് സെയിം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഞാനത് ഫസ്റ്റ് കണ്ടപ്പോ എനിക്ക് ആകെ ഇവരെന്തായാലും ഒരേപോലെ ചോദിക്കുന്നത് എന്ന് തോന്നി. വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരൂ, നമുക്ക് വെറൈറ്റി ആൻസേഴ്സ് ആയിട്ട് ഞാനും വരാം. സോ നമുക്കിനി അടുത്ത ബ്ലോഗിൽ കാണാം. സോ ബൈ.